ഡോക്ടറായി ഗൈസ്. ടോട്ടാ വാർലി. ഗൈസ് അവള് പ്രസവിക്കണുണ്ട്. എനിക്ക് പേടിയാണ്. ഒറ്റക്കുള്ളു ഡീല് അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ്. വെയിറ്റ്. അയ്യോ ഗൈസ് എനിക്ക് പേടിയാണ്. കൊച്ചുകാരൻ ഞാൻ കേട്ട് അവിടെ അഗ്രശനൊന്നും കാട്ടിയിട്ടില്ല. ഡെസ കടിക്കൂന്ന് അറിയൂലേ. വാ പാല് കൊടുക്ക് കുഞ്ഞി. നോക്കട്ടെ വന്നാ നോക്കട്ടെ. വാ ടെഷ കുഞ്ഞോ അമ്മയോ കുഞ്ഞല്ലോ. ടെഷക്ക് എടുക്കാവല എടുക്ക്. അവള് തന്നെ ചെയ്യട്ടെ. എനിക്ക് പേടിയാവള്. എടാ എനിക്ക് പേടിയാടാ. അവള് കടിച്ച ചേട്ടങ്ങിയ വന്നാ പുള്ളു. എടുത്തിട്ട് ആ സാധനം ചേച്ചിക്ക് ഈറട്ടാത്. അവള് ചെയ്യട്ടെ. അവളല്ലോ ചെയ്. പൊടി കുറിച്ചോ? ഇല്ല. കത്രികളെ വേണ്ട കത്രികളി ഇങ്ങനെ തുമ്പ് വെക്കും. ഇങ്ങനെ ചേച്ചിന്റെ ഇങ്ങനെ ഇത്ര മഞ്ഞു എന്നിട്ട് കട്ട് ചെയ്യണം. എത്ര നീളം മഞ്ഞു ഞാൻ അവിടേക്ക് ഇട്ട് കൊടുക്കണേ. അവള് നോക്കട്ടെ. എല്ലാം കൂടെ ഉണ്ട്. ഞാൻ ഡോക്ടർ പഠിച്ചേക്കണ. ഇത് ടൂ മച്ചാണ് സുർജിത്ത്. പൊട്ടി പൊട്ടിയാ പൊക്കിൾപ്പൊടി പൊട്ടിയാ ചേച്ചി അങ്ങനെ തുടച്ചിട്ട് പാല് തുടക്കട്ടെ. ചേച്ചി തുടച്ചു തരാം കുഞ്ഞാ. ടെൻഷൻ അങ്ങനെ വാർലി ടോട്ടാ വാർലി. എന്റെ മോള് ക്ലീൻ ആക്കി തരാട്ടാ കുഞ്ഞാ. പാല് കൊടുക്കേ. പാല് കൊടുക്ക. വാ പാല് മാറ്. തുണിയൊക്കെ എടുത്തിട്ട് സെക്കൻഡ് ബേബി വന്നോണ്ടിരിക്കണേണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സെക്കൻഡ് ബേബി ഡെലിവറി ചെയ്തോണ്ടിരിക്കണേ. അവള് ഞാൻ ഡോക്ടറായി ഗൈസ്.
ഫസ്റ്റത്തെ നല്ല കുരുപ്പാണ് ടെസ്റ്റ് പ്രസവിച്ച് തന്നേക്കണത്. മാർലിനെ പോലെ തന്നെ മാർലിയുടെ ചീത്ത സ്വഭാവവും അനുസരണയില്ലാത്ത സ്വഭാവം ആണാണ്. അടുത്ത 20 മിനിറ്റ് ആയപ്പോൾ മൂന്നാമത്തെ ആളും വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ കാട്ടിത്തരാം കേട്ടോ, ടൈമില്ല കാട്ടാൻ. പോണോ ഓക്കെ ഞങ്ങൾ പിന്നെ കുരുത്തങ്കട്ടങ്ങളാണ് ഒരെണ്ണം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പപ്പി. കറക്റ്റ് മാർലിനെ പോലെ തന്നെ കാണണ്ട, മാർലിനെ പോലെ വാലൊക്കെ ഉണ്ട്. സെക്കൻഡ് ഞങ്ങളെല്ലാരെയും അതിശയപ്പെടുത്തി. ഏത് കളറാണെന്ന് ഞാൻ കാട്ടിത്തരാം. മാറും കുഞ്ഞുങ്ങളെ. ഫുൾ വൈറ്റ്. മാർലിന്റെ ബന്ധുവില്ല, ഡെസേർട്ട് ബന്ധുവില്ല. ഇത് ആദ്യം വന്നപ്പോ അനക്കവും ഉണ്ടായില്ല, കരഞ്ഞിട്ട് പിന്നെ ഒരു അനക്കവും ഇല്ല. എന്നിട്ട് സുർജിത്തൊക്കെ ഇങ്ങനെ തട്ടി എന്നിട്ട് ഡ്രസ്സിൻ്റെ അടുത്ത് കൊടുത്ത് ക്ലീനാക്കിയാണ് അനങ്ങിയത്. ഇപ്പൊ കുറച്ച് ആക്റ്റീവായി. ഇവിടാണ് മര്യാദക്ക് പാല് കൊടുക്കണം, വെച്ചു കൊടുത്ത. ബാക്കി ഇത് മൂന്നാമത്തെ ലാസ്റ്റ് വൺ. ഇത് മാർലി. ഇത് കറക്റ്റ് മാർലിയാണ്, ചുണ്ടയുടെ മാർലിയാണ്. കാണണ്ട, ഈ 3 നേരം ഇത്ര നേരം ഇപ്പൊ എല്ലാവർക്കും 3 മണിക്കൂറിനുള്ളിൽ വന്നു അല്ലേ, 2.5 മണിക്കൂറിനുള്ളിൽ വന്നു. ഈ കുരുത്തം കെട്ട 3 പിള്ളേരും വെള്ള പിന്നെ വെച്ചു കൊടുത്താ കുടിക്കാനുണ്ട്. മറ്റേ 2 എണ്ണം ഓടി ചാടി കളിക്കണയാണ്, മര്യാദക്ക് കുടിക്കണില്ല. അവളെ അറ്റത്തോട്ട് പോണാരട്ടോ. ഇത് ഇങ്ങനെ കിടന്ന് എങ്ങനെ കൊടുക്കും? ഒരു മണിക്കൂർ കറക്റ്റ് കഴിഞ്ഞപ്പോ 4th ബേബി അമ്മയുണ്ട്. സുർജിത്താണ് ഇപ്രാവശ്യം എടുക്കണം. ഫസ്റ്റത്തെ ഞാൻ എടുത്ത് സുർജിത്ത്, സെക്കൻഡ്, തേർഡ് ഞാൻ എടുത്ത്, 4th സുർജിത്ത് എടുക്കാൻ പോണം. അച്ഛനൊക്കെ സന്തോഷം. പൊന്നാരിക്കച്ച മോളോ ഫോർത്ത് ബേബി കുഞ്ഞുങ്ങളെ നോക്കച്ച ഇഷ്ടപ്പെട്ടില്ലേ? ഇവന്റെ മോന്ത് നല്ല വെള്ള വണ്ണുള്ള മോന്ത്. അരമണിക്കൂറായപ്പോ തന്നെ അഞ്ചാമത്തെ ബേബിയും വന്ന് ഞാൻ എടുക്കാൻ പോയി. 6ാമത്തെയും വന്ന് ഞാൻ 5ാമത്തെ ക്ലീൻ ചെയ്തോണ്ടിരുന്ന് അവൾക്ക് പാല് വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നപ്പോ തന്നെ 6ാമത്തെ അത് കറക്റ്റ് ടെസ്സാ. ഇത്ര നാള് ടെസ്സയുടെ ഇത്ര നേരം ടെസ്സയുടെ പോലെ വന്നിട്ടുണ്ടായില്ല. മാർലിയും പിന്നെ പ്യോർ വൈറ്റും പ്ലെയിൻ വൈറ്റും. ഇപ്പോൾ ടെസ്സയുടെ പോലത്തെ കുഞ്ഞാണ് വന്നേക്കണത്, 6ാമത്തെ കുഞ്ഞ്.
മാർലി അവക്ക് ഇഷ്ടപ്പെടാനില്ല കേട്ടാ. മാർലിനെ കാട്ടിയില്ല. സങ്കടം വന്നോണ്ട് മാലുമോന് സങ്കടം പോയ കഷേടിയിലൊക്കെ കേടിക്കണ്ടല്ലോ. വാട നിന്റെ കൊച്ചുങ്ങളെ ഞാൻ കാട്ടിത്തരാ. വാ സുന്ദരനാ, വാ കൊച്ചുങ്ങളെ കാട്ടിത്തരാ. വാ വാടാ മാർലി. കാണണ്ടേ നിനക്ക്? പേടിയാണോ ടെസേന? ടെസ വഴക്ക. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടത് ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അത് ജൂലൈയിലാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ്. ജൂലൈ 11ലാണ് ടെസ്റ്റ് ഡെലിവറി ചെയ്തത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 22. എങ്കിലും എൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഇട്ടിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി. ഞാൻ പുതിയ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജിംബലിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് അവൾ ജിംബൽ വന്നത്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും തന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടും. അപ്പോൾ ഗൈസ്, നമുക്ക് ടോട്ടൽ 11 പിള്ളേരാണ് വന്നത്. അതിൽ 4 എണ്ണം പോയി. നമുക്ക് 7 എണ്ണത്തിനാണ് കിട്ടിയത്. 7 എണ്ണത്തിൽ ഒരു പെണ്ണും ബാക്കിയെല്ലാം. മരിച്ചു പോയതിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ടോട്ടൽ 2 പെണ്ണുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ 1 മാസം 1.5 മാസം ഓവറായി പിള്ളേര്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഉള്ളത് എത്രത്തോളം വളർന്നതൊക്കെ കാട്ടിത്തരാം. പിന്നെന്താ, വേലയുടെയൊക്കെ മരുന്ന് 2 ആഴ്ച കൂടുമ്പോൾ കൊടുത്ത് ഇപ്പോൾ സെറ്റായി. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണ അന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെസ്സിനെ പോലെ തന്നെയുള്ള ഒരെണ്ണം ഉണ്ടായി. അതിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണത്. ബാക്കി ഇപ്പോൾ നമ്മുടെ ഈ ഉള്ളത് 6 എണ്ണമാണ്. ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ബൈ. Bye.